മഞ്ചേശ്വരത്തെ പ്രചരണ തന്ത്രം അവർ കാസർഗോഡ് പയറ്റൂല. കാസർഗോഡ് പ്രചരണ തന്ത്രം മഞ്ചേശ്വരത്തും പറ്റില്ല. ഇതെല്ലാം അറകളില്ലാത്ത ദേശീയപാത വന്നതോടുകൂടി 5 മിനിറ്റിനകം അപ്പുറവും ഇപ്പുറവും പോകാവുന്ന മണ്ഡലങ്ങളുടെ പ്രദേശങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരത്ത് പറയുന്നത് എന്താ? LDF UDFുമായി ഡീല്. കാസർഗോഡ് പറയുന്നത് എന്താ? അവർ LDF BJPയുമായി ഡീല്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്ക്. BJPക്കാരുടെ അതേ സ്വരം, അതേ വക്കാലത്ത് എന്തിനാണ് നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്? ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതകളല്ലേ. ഇവിടെ MP പറയുന്നു കാസർഗോഡിൻ്റെ കാര്യം, അവിടെ MLA പറയുന്നു, അല്ലെങ്കിൽ BJP പറയുന്നു മറിച്ചൊരു കാര്യം. അപ്പോൾ അത് രണ്ടും ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് പോലെ നമ്മുടെ മഞ്ചേശ്വരത്തുള്ള BJPക്കാർ, കാസർഗോഡുള്ള കോൺഗ്രസ്സുകാർ LDFനെതിരായി പറയുന്നു എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡീലാണ് ഇവിടെ ഉള്ളത് എന്ന് വ്യക്തം. പിന്നീട് ചില ഘടകങ്ങൾ പാർട്ടി ചർച്ച ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടാണ് മഞ്ചേശ്വരത്ത് KR ജയാനന്ദൻ എന്ന സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത്. ഷാനവാസ് പാദൂരിനെ കാസർഗോഡ് ചർച്ച ചെയ്യുകയും കാസർഗോഡ് നിർത്തുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ച് പാർട്ടി ചർച്ച ചെയ്ത ഘടകമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് തെറ്റാണെങ്കിൽ തിരുത്താം. അതായത് ഷാനവാസ് പാദൂർ മഞ്ചേശ്വരത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ പിന്നെയും അവിടെ K സുരേന്ദ്രനെ പോലെ ശക്തനായ BJP നേതാവ് വിജയിച്ചു വരികയും ചെയ്യും എന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതേ ഘടകം എ ക്ലാസ് മണ്ഡലമായ കാസർഗോഡ് ഇല്ലേ എന്നതാണ് UDF ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് BJP സ്ഥാനാർത്ഥി അശക്തിയാണല്ലേ? അല്ല, അങ്ങനെയല്ല. അതായത് K സുരേന്ദ്രൻ എന്ന സംസ്ഥാന നേതാവ് എന്ന നിലയിലെ. അപ്പോൾ ഇവരൊരിക്കലും സംസ്ഥാന നേതാവ് ആവൂല അല്ലേ? നമ്മൾ തരാതരം പോലെ പ്രശ്നങ്ങളെ സമീപിക്കുന്നു എന്നത് രാഷ്ട്രീയത്തിൽ ശരിയാവില്ല. മഞ്ചേശ്വരത്താണ് ഷാനവാസ് ആയിരുന്നെങ്കിൽ അവിടെ നടത്തുന്ന പ്രചരണം എന്താവുന്ന BJPയുടെ ഉറപ്പല്ലേ? കാസർഗോഡ് ഇപ്പോൾ നടത്തുന്ന പ്രചരണമാണ് എന്നല്ലേ? അപ്പോൾ ഇവർ അണിയറയിൽ ഒരുക്കിയ ഈ ഡീലിൻ്റെ പ്രശ്നമാണ് മറനീക്കി പുറത്തു വരുന്നത്. അപ്പോൾ മഞ്ചേശ്വരത്ത് അവർ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം കോൺഗ്രസ്സുകാർ ഇവിടെ പ്രചരിപ്പിക്കുന്നു. ഇതേ വ്യത്യാസമുള്ളൂ. ഞങ്ങൾ ഏറ്റവും മികച്ചവർ മത്സരിക്കണമെന്നേ കണ്ടിട്ടുള്ളൂ. ഏതായാലും മഞ്ചേശ്വരത്തും കാസർഗോഡും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ്സിനും UDFനും BJPക്കും തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈസി വാക്ക് ഓവറായിരുന്നു. 3ാം തവണയും ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിലെത്തുന്നു എന്ന സാഹചര്യം വന്നപ്പോൾ മറ്റ് പ്രചാരവേല നടത്തുകയാണ് അവർ ചെയ്യുന്നത്. ഞങ്ങൾക്കറിയാം. എൻ്റെ കയ്യിൽ ഫൈസൽ ബാബുവിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ലീഗിൻ്റെ സാധാരണ പ്രവർത്തകന്മാർ എങ്ങനെയാണ് കാണുക എന്നത് ചോദിച്ചാൽ അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.5 കോടി മലയാളിയുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെ ആ അർത്ഥത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു ഭാരവാഹി എന്ന് ഔദ്യോഗികമായി നിലനിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയാണ്. ഞങ്ങൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ധീരമായി ഒരുപാട് പറഞ്ഞു ശ്രീ പിണറായി വിജയൻ. ഞാൻ യൂത്ത് ലീഗിന്റെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ പ്രിയപ്പെട്ട പിണറായി വിജയന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതേ വർത്തമാനമാണ് പൈവളിയെ ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് ഒരു ബിഗ് സെല്യൂട്ട് വീണ ജോർജിന് ലീഗിൻ്റെ മഞ്ചേശ്വരം MLA നൽകിയത്. നിലപാടിനുള്ള അംഗീകാരമാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു ബിഗ് സെല്യൂട്ട് നൽകാൻ യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതാവ് ഇപ്പോൾ കോഴിക്കോട് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്നയാൾക്ക് തോന്നിയത്? നിലപാടാണ്. വർഗീയതക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്നയാളാണ് പിണറായി വിജയൻ എന്നതുകൊണ്ടാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അതായതുകൊണ്ടാണ് പിണറായി വിജയൻ അങ്ങനെ പൊരുതുന്നത്. എന്താ വീണ ജോർജിന് ബിഗ് സെല്യൂട്ട് കൊടുക്കാൻ
മഞ്ചേശ്വരം ലീഗ് MLA പ്രേരിപ്പിച്ചത് വികസനത്തിന് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ്, കുതിപ്പുണ്ടാക്കി. കാസർഗോഡ് ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളെ ഉയരങ്ങളിലെത്തിച്ചു. അതിന് വിവേചനം കാട്ടിയില്ല. 8,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കി. അതുകൊണ്ട് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് കോൺഗ്രസ്സിലും ലീഗിലും BJPയിലും അണിനിരക്കുന്ന സാധാരണ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട വോട്ടർമാരെയാണ്. അവർ ഷാനവാസ് പാദൂറിനെയും ജയാനന്ദനെയും മുസ്തഫയെയും CH കുഞ്ഞമ്പുവിനെയും കാഞ്ഞങ്ങാട് നമ്മുടെ സ്ഥാനാർത്ഥി ഗോവിന്ദനെയും വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ആ മുന്നേറ്റമാണ് കേരളം കാണുന്നത്.